ഗുഡ് മോർണിംഗ് ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഫോഴ്സ് ആൻഡ് മോഷൻ. അതിൽ ചില പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്, ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ദെൻ യൂണിറ്റ്സ്, മെഷർമെൻറ്റ്, സിസ്റ്റം ഇൻ്റർനാഷണലിൽ പറയുന്ന 7 ബേസ് ക്വാണ്ടിറ്റീസ്, പിന്നെ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി എന്നീ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ വെലോസിറ്റിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പം വെലോസിറ്റിയിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ആക്സിലറേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് വെച്ചാൽ, ഇപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് വെലോസിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ മോഷൻ തുടങ്ങുമ്പോൾ അതിന് വെലോസിറ്റി ഉണ്ടാവും. പിന്നെ ത്രൂ ഔട്ട് ദ മോഷൻ ചിലപ്പോൾ ആ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തെന്ന് വരാം, ഡിക്രീസ് ചെയ്തെന്ന് വരാം. അപ്പോൾ ഈ വെലോസിറ്റിയിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ് ആ ബോഡിക്ക് ആക്സിലറേഷൻ കൊടുക്കുന്നത്. ആക്സിലറേഷൻ എന്ന വേർഡിൻ്റെ മീനിങ് ത്വരണം എന്നാണ്. അപ്പോൾ ഒരു മൂവ് ചെയ്യുന്ന ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരിക്കണം. ദെൻ വെലോസിറ്റിയിൽ വെറുതെ ചേഞ്ചസ് മാത്രം ഉണ്ടായാൽ പോരാ, അത് നമ്മൾ ടൈമിനനുസരിച്ചിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു നിശ്ചിത സമയത്തിനകത്ത് വെലോസിറ്റിയിൽ വന്ന വ്യത്യാസം, ചേഞ്ച്, അതിനെയാണ് നമ്മൾ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പരിചിതമാണ്, വാഹനങ്ങളിലെല്ലാം ആക്സിലറേറ്റർ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്? വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട്, അതായത് ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വേണ്ടിയിട്ട് ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ ആക്സിലറേഷൻ ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ സ്പീഡ് കൂടുകയോ കുറയുകയാണ് ചെയ്യുന്നത്. ഒരു സ്പീഡ് കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കവിടെ ആക്സിലറേറ്റർ ഒരു നിശ്ചിത അളവിൽ കൊടുത്തുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കൂടുതലും കൊടുക്കണ്ട, കുറവും കൊടുക്കണ്ട. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് റെഗുലേറ്റ് ചെയ്ത് സ്പീഡ് കൂടുകയോ കുറയോ ചെയ്യാതെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ആക്സിലറേഷൻ എന്തുണ്ട്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ആക്സിലറേഷനിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് അതിന് നമുക്ക് മനസ്സിലാക്കാം, ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിൽ വ്യത്യാസം വരുമ്പോഴാണ് അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ദെൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ്. റേറ്റ്, RATE, റേറ്റ് എന്ന് മീൻസ് എന്താണ്? ടൈമിനനുസരിച്ചുള്ള ചേഞ്ചിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതായത് വെലോസിറ്റിയിലുണ്ടാകുന്ന ചേഞ്ചിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് കണക്കാക്കുമ്പോഴാണ് നമ്മൾ ആക്സിലറേഷൻ കിട്ടുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം, ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ വെലോസിറ്റിയിലുണ്ടായ ചേഞ്ചിൻ്റെ ടൈമിനനുസരിച്ച്, നിശ്ചിത സമയത്തിനനുസരിച്ചുണ്ടായ ചേഞ്ച് കണക്കാക്കുന്നതാണ് ആക്സിലറേഷൻ. ദെൻ ആക്സിലറേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാം. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയിലുണ്ടായ ചേഞ്ചിൻ്റെ റേറ്റാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. When the velocity of an object changes, the object is accelerating. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് ആക്സിലറേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ചേഞ്ച്, വെലോസിറ്റിയിലുള്ള ചേഞ്ച് എങ്ങനെയൊക്കെ ഉണ്ടാവാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി എന്നുള്ളത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് അതിന് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡുണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, വെലോസിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ്. ദെൻ ഡയറക്ഷനും വെലോസിറ്റിക്കും ഉണ്ട്. അപ്പോൾ
ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണം. വെലോസിറ്റിയുടെ ഏതൊക്കെ കമ്പോണൻസ് ചേഞ്ച് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണോ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണോ? മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാം, വെലോസിറ്റിയുടെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കേസിലും ആക്സിലറേഷൻ ഉണ്ടാവുന്നു. മീൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബോഡി കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുകയാണ്. അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കൊരു 50 മീറ്റർ പെർ സെക്കൻഡ്, 50 മീറ്റർ പെർ സെക്കൻഡാണ് ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി എന്ന് വിചാരിക്കാം. ത്രൂ ഔട്ട് ദ മോഷൻ ആ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റായി നിൽക്കുകയാണ്. 50 മീറ്റർ പെർ സെക്കൻഡ്, 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാവുമോ? വെലോസിറ്റിക്ക് അവിടെ ചേഞ്ച് വരുന്നില്ല. ദെൻ എങ്ങനെയാണ് ആക്സിലറേഷൻ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ആ വസ്തുവിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ വെലോസിറ്റി, ആ വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ആ ഡയറക്ഷനിലുണ്ടായ ചേഞ്ച് കാരണം അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുന്നു. സോ ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് വെലോസിറ്റി ചേഞ്ച് ആവുമ്പോൾ, അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുമ്പോൾ, വെലോസിറ്റിയുടെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നു. രണ്ടാമത്തത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആയാലും വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നു. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. എ ചേഞ്ച് ഇൻ വെലോസിറ്റി ക്യാൻ ബി എയ്തർ എ ചേഞ്ച് ഇൻ ഹൗ ഫാസ്റ്റ് സംതിങ് ഈസ് മൂവിങ്. എത്ര വേഗത്തിലാണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടും വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നു. അതായത് സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ, ഓർ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഇറ്റ് ഈസ് മൂവിങ്. ആ വസ്തു മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ വ്യത്യാസപ്പെടുമ്പോഴും വെലോസിറ്റിയുടെ ഡയറക്ഷൻ വ്യത്യാസപ്പെടുന്നു. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ വ്യത്യാസപ്പെടുമ്പോഴും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വ്യത്യാസപ്പെടുമ്പോഴും ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ആക്സിലറേഷൻ ഒക്കേഴ്സ് വെൻ ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇറ്റ്സ് സ്പീഡ്, ഇറ്റ്സ് ഡയറക്ഷൻ ഓർ ബോത്ത്. ആക്സിലറേഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? വെൻ ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇറ്റ്സ് സ്പീഡ്. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുമ്പോഴോ, ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴോ, ഓർ ബോത്ത്, രണ്ടും, സ്പീഡിൻ്റെ ക്വാണ്ടിറ്റിയും ഡയറക്ഷനും, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യുമ്പോഴും അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആക്സിലറേഷൻ, ത്വരണത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ആക്സിലറേഷന് നമുക്കൊരു ഇക്വേഷൻ കൊണ്ടുവരണം. ആക്സിലറേഷൻ എ എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആക്സിലറേഷൻ സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഇവിടെ വി എന്നാൽ ഫൈനൽ വെലോസിറ്റി ആണ്, യു എന്നാൽ ഇനീഷ്യൽ വെലോസിറ്റി, ടി എന്നാൽ ടൈം ടേക്കൺ. എങ്ങനെയാണ് ഈ ഇക്വേഷൻ എത്തുന്നത്? ആക്സിലറേഷൻ മീൻസ് വാട്ട്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അതാണ് നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പഠിച്ചത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് ആക്സിലറേഷൻ. അവിടെ വെലോസിറ്റിക്കുണ്ടായ ചേഞ്ച്, അപ്പോൾ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ തുടക്കത്തിലൊരു വാല്യൂ ഉണ്ടായിരിക്കണം, അവസാനം ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. എന്നാലല്ലേ അവിടെ ചേഞ്ച് ഉണ്ടായെന്ന് പറയാൻ പറ്റൂ. ഒരേ വാല്യൂ തന്നെയാണെങ്കിൽ അവിടെ ചേഞ്ച് ഇല്ല. സോ ഒരു വസ്തു അതിൻ്റെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇനീഷ്യലി അതിനൊരു വെലോസിറ്റി ഉണ്ടായിരിക്കും. ആ വെലോസിറ്റിയാണ് യു എന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് ഇനീഷ്യൽ വെലോസിറ്റി, സ്മോൾ ലെറ്റർ യു. ദെൻ അത് അതിൻ്റെ മോഷൻ അവസാനിപ്പിക്കുമ്പോൾ ട്രാവൽ ചെയ്ത് ഉണ്ടാകുന്ന ഫൈനൽ വെലോസിറ്റി, ആ മൂവ്മെൻറ്റ് അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫൈനൽ വെലോസിറ്റിയാണ് നമ്മൾ വി എന്ന ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിലുണ്ടായ വ്യത്യാസം. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്. അപ്പോൾ അവിടെ വെലോസിറ്റിയിലുണ്ടായ വ്യത്യാസം എന്താണ്? വി മൈനസ് യു.
ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറച്ചാൽ നമുക്ക് അവിടെ വെലോസിറ്റിയിലുണ്ടായ ചേഞ്ച് കിട്ടും. അതാണ് v മൈനസ് യു, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം t. ഇതാണ് ആക്സിലറേഷൻ കാണാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇക്വേഷൻസ് പഠിക്കും. അപ്പോൾ ആക്സിലറേഷൻ കാണാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ് v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഓരോ ഇക്വേഷൻ പഠിക്കുമ്പോഴും അതിലെ ടേംസ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. ദെൻ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും അതിലുള്ള ടേംസ് സ്പെസിഫൈ ചെയ്യണം. എ എന്നാൽ ആക്സിലറേഷൻ, വി ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈം ടേക്കൺ. ഇങ്ങനെ ഏതൊരു ഇക്വേഷൻ, ഈ ഇക്വേഷൻ മാത്രമല്ല ഏതൊരു ഇക്വേഷൻ പഠിക്കുമ്പോഴും അതിലെ ടേംസ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം. ദെൻ ആക്സിലറേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജി എന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു, സ്മോൾ ലെറ്റർ ജി. ഇതിന് എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഫ്രീ ഫോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഫ്രീ ഫോൾ അല്ലെങ്കിൽ ഫ്രീലി ഫോളിംഗ് ബോഡീസ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഫിസിക്സിലുണ്ട്. അപ്പോൾ എന്താണ് ഇതെന്നുള്ളത് മനസ്സിലാക്കാൻ, അപ്പോൾ ഒരു വസ്തു ഫ്രീ ഫോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫ്രീലി ഫോൾ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് ഒരു വസ്തുവിനെ താഴേക്ക് ഇടുകയാണെന്ന് വിചാരിക്കാം. ആ വസ്തു താഴേക്ക് വീഴുന്നത് അവിടെ മറ്റൊരു തരത്തിലുള്ള ഫോഴ്സും ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മേലെ പല ഫോഴ്സുകളും ആക്ട് ചെയ്യാം ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളൊരു നിശ്ചിത ഉയരത്തിൽ നിന്നൊരു വസ്തുവിനെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ മറ്റൊരു തരത്തിലുള്ള ഫോഴ്സും ആക്ട് ചെയ്യാതിരുന്നാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഏറ്റവും ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റി. അപ്പോൾ ഫ്രീലി ഫോളോ ചെയ്യുന്ന ഒരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നും ഒരു വസ്തു ഫോൾ ചെയ്യുകയാണെങ്കിൽ, താഴേക്ക് വീഴുകയാണെങ്കിൽ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി മാത്രമാണ്. ഓൺലി ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ് ഡ്യൂറിങ് ഇറ്റ്സ് ഫോൾ. അതിൻ്റെ ഫോളിൽ വീഴുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫോളിനെയാണ് ഫ്രീ ഫോൾ എന്ന് പറയാം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നോ എയർ റെസിസ്റ്റൻസ്, അതായത് വസ്തു താഴേക്ക് വീഴുമ്പോൾ അവിടെ എയർ റെസിസ്റ്റൻസ് ഉണ്ടാവരുത്. ഇങ്ങനെ എയർ റെസിസ്റ്റൻസ് ഇല്ലാതെ, അതായത് എയറിൽ നിന്ന് കിട്ടുന്ന ഫോഴ്സ്, അപ്പം ഈ എയർ റെസിസ്റ്റൻസ് ഇല്ലാതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായി ഒരു വസ്തു താഴേക്ക് നിശ്ചിത ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അങ്ങനെ ആ വസ്തു വീഴുന്നതിനെയാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അങ്ങനെ വീഴുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡീസ് അല്ലെങ്കിൽ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വീഴുമ്പോൾ അതിൽ ആ ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്ന ആക്സിലറേഷനാണ്. ഗ്രാവിറ്റി കാരണമാണ് ഇങ്ങനെ ഒരു ആക്സിലറേഷൻ ആ ഒബ്ജക്റ്റിന് കിട്ടുന്നത്. ആ ആക്സിലറേഷൻ, അതായത് ഗ്രാവിറ്റി കാരണം ആ ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് കിട്ടുന്ന ആക്സിലറേഷനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് കിട്ടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അല്ലെങ്കിൽ ഗ്രാവിറ്റി കാരണം ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ആക്സിലറേഷനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന്. ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ നമ്മൾ സ്മോൾ ലെറ്റർ ജി എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അതിനൊരു നിശ്ചിത വാല്യൂ ഉണ്ട്. അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. അത് ഇനി വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക.
ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്നും അതിൻ്റെ വാല്യൂ എത്രയാണെന്നും. എർത്തിൻ്റെ സർഫസിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. 9.8 മീറ്റർ/സെക്കൻഡ്. അത് ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ വ്യത്യാസപ്പെടും. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ വ്യത്യാസം വരും. ദെൻ എല്ലാ ഗ്രഹങ്ങളിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഇതായിക്കൊള്ളണമെന്നില്ല. ഇത് എർത്തിൻ്റെ കേസിൽ മാത്രമാണ് പറയുന്നത്. കാരണം എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നൊരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ ആ വസ്തുവിൽ ഭൂമിയെ ഏൽപ്പിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ. ഇതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇങ്ങനെ ജിയുടെ വാല്യൂ കണക്കാക്കാനായിട്ട് ജിക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. അതിൽ നിന്ന് അതിൻ്റെ വാല്യൂ കണക്കാക്കുന്നതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. എന്താണ് ഫ്രീ ഫോൾ? ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഗ്രാവിറ്റി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മേലെ ഗ്രാവിറ്റി മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫോളിനെ, ആ ഒബ്ജക്റ്റ് താഴേക്ക് പതിക്കുന്നതിനെ പറയുന്ന പേരാണ് ഫ്രീ ഫോൾ എന്നുള്ളത്. ഇങ്ങനെ ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ആക്സിലറേഷൻ, ഗ്രാവിറ്റി കൊടുക്കുന്ന ആക്സിലറേഷനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ്. ഇവിടെ മീറ്റർ/സെക്കൻഡ് എന്നുള്ളത് ആക്സിലറേഷൻ്റെ യൂണിറ്റാണ്. അപ്പോൾ നമ്മളെല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും യൂണിറ്റ്സ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് എന്തെന്ന് പറയാം? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v-u/t ആണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ ടൈം ദെൻ അതിൻ്റെ യൂണിറ്റ് എങ്ങനെ കണക്കാക്കും? ആക്സിലറേഷൻ്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. SI യൂണിറ്റാണ് പറയുന്നത്. ഇനി നമ്മൾ ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് പറയുമ്പോഴും അത് SI യൂണിറ്റാണ് പറയുക. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ മീറ്റർ/സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് വരുമ്പോഴാണ് മീറ്റർ/സെക്കൻഡ്² എന്ന് വരുന്നത് ആക്സിലറേഷൻ്റെ യൂണിറ്റ്. മീറ്റർ/സെക്കൻഡ്². അതാണ് ഇവിടെ വാല്യൂ ഓഫ് G 9.8 മീറ്റർ/സെക്കൻഡ്² എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ മോഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. വസ്തുക്കളുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഷൻ. അപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ഡിസ്റ്റൻസ് ഉണ്ടാവുക, കവർ ചെയ്യുന്നത്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ എല്ലാം ഉണ്ടാകുന്നത് മൂവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു വസ്തു മൂവ്മെൻറ്റിലിരിക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ ഇതിനെയൊക്കെ സംബന്ധിച്ച ചില ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് അറിയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ, ജസ്റ്റ് നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണെന്ന് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. ഈ 3 ഇക്വേഷൻസും കാണാതെ പഠിക്കാനേ ഉള്ളൂ. ഇതിൻ്റെ ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല. ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, v=u+at. ഈ ഇക്വേഷൻസ് എല്ലാം വെലോസിറ്റിനെയും അതുപോലെ ആക്സിലറേഷനെയും ടൈമിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും എല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക, v=u+at. ദെൻ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അവിടെ വേർ v ഇസ് ദ ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് v=u ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് a മീൻസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം t. അപ്പോൾ ഓരോ ടേംസ് v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, u മീൻസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, s
എസ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എസ് എന്ന ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ എ ഈസ് ദ ആക്സിലറേഷൻ, ടി ഈസ് ദ ടൈം. സോ ഈ ക്വാണ്ടിറ്റീസിനെ എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് വി ഈക്വൽ ടു യു പ്ലസ് എ ടി വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ്. ദെൻ എസ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എ ഇൻറ്റു ടി സ്ക്വയർ, ടൈമിൻ്റെ സ്ക്വയർ. ദെൻ വി സ്ക്വയർ അടുത്ത ഇക്വേഷനാണ്. എഗെയിൻ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ എ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എസ് 2as. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഈ 3 ഇക്വേഷനിൽ നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ വെലോസിറ്റി കാണാനുള്ളതാണ്, മൂന്നാമത്തെ ഇക്വേഷനും വെലോസിറ്റി കാണാനുള്ളതാണ്. പക്ഷേ ഒരു ഇക്വേഷനിൽ മാത്രമേ ടൈം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചില കേസസിൽ മോഷൻ്റെ ടൈം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെലോസിറ്റി കാണാൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ ഉപയോഗിക്കും. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ് ചെയ്യാനുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ തന്നിട്ടുണ്ടാവും എന്തൊക്കെ ക്വാണ്ടിറ്റീസ് അവിടെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഒരു മോഷനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, അല്ലെങ്കിൽ ടൈം, ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം ആ സിറ്റുവേഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഏത് ഇക്വേഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് അനുസരിച്ചിട്ട് ഇക്വേഷൻസ് സെലക്ട് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ്. രണ്ടാമത്തെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ദെൻ ഈ ഇക്വേഷൻസിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് പല ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കാവുന്നതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പ്രോബ്ലം സെഷനിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഇതിലെ ഫസ്റ്റ് ഇക്വേഷൻസ് മാത്രം, അതായത് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ ഇക്വേഷനും ഡെറിവേഷൻ ഉണ്ട്, അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല. പക്ഷേ ഒരു വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഒരു ബേസിക് ഇക്വേഷനാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ആക്സിലറേഷൻ, നമ്മളിവിടെ ആക്സിലറേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് എ ഈക്വൽ ടു വി മൈനസ് യു, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അതായത് ഇക്വാലിറ്റി സൈൻ്റെ അപ്പുറത്ത് ഡിനോമിനേറ്ററിലുള്ള ടി എന്ന ടേമിനെ നമ്മൾ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എ ഇൻറ്റു ടി, ആക്സിലറേഷൻ ഇൻറ്റു ടൈം ഈക്വൽ ടു വി മൈനസ് യു എന്ന് വരുന്നു. അതിൽ നിന്ന് വി എന്ന ടേമിനുള്ള ഇക്വേഷൻ മാത്രം എഴുതുമ്പോൾ എങ്ങനെ വരും? വി ഈക്വൽ ടു യു മൈനസ് യുവിനെ ഇക്വാലിറ്റി സൈൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് യു ആയിട്ട് മാറും. സോ യു പ്ലസ് എ ടി എന്ന് വരും. അതിൽ നിന്നാണ് അപ്പോൾ ആക്സിലറേഷൻ്റെ ബേസിക് ഇക്വേഷനായ വി മൈനസ് യു ബൈ ടി എന്ന ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് വി ഈക്വൽ ടു വെലോസിറ്റി വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് കിട്ടുന്നത്. ഇത്രയാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ 3 ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ദെൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ് ആക്സിലറേഷൻ എന്നും, അതുപോലെ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതുപോലെ എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ്. ദെൻ ആക്സിലറേഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഒരു വസ്തു ആക്സിലറേറ്റഡ് ആവുന്നത് അതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുമ്പോഴാണ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുമ്പോഴോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആവുമ്പോഴോ വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നു.
ദെൻ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. വി മൈനസ് യു ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടി. അടുത്തതാണ് ഫ്രീ ഫോൾ. ഫ്രീ ഫോൾ എന്നാൽ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണെങ്കിൽ മറ്റൊരു ഫോഴ്സും ആ ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒബ്ജക്റ്റ് താഴെ വീഴുന്ന ഇതിനെ പറയുന്ന പേരാണ് ഫ്രീ ഫോൾ എന്ന്. ദെൻ അങ്ങനെ വീഴുന്ന ഒബ്ജക്ട്സിനെ നമുക്ക് ഫ്രീലി ഫോളിംഗ് ബോഡീസ് എന്ന് വിളിക്കാം. അങ്ങനെ ഫ്രീലി ഫോളിംഗ് ബോഡീസ് താഴേക്ക് വീഴുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രീ ഫോളിൻ്റെ കേസിൽ ആ ഒബ്ജക്റ്റിൻ്റെ മേലെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ, ആ ഒബ്ജക്റ്റിന് ഗ്രാവിറ്റി കാരണം കിട്ടുന്ന ആക്സിലറേഷൻ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. അതിൻ്റെ വാല്യൂ ആണ് 9.8 m/s² അറ്റ് ദ സർഫസ് ഓഫ് എർത്തിൻ്റെ സർഫസിൽ. Then equations of motion. 3 equations of motion. V equal to u plus at, S equal to ut plus half at square, V square equal to u square plus 2as.